ഇന്ന് നമുക്കൊരു അവിലുപ്മാവിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. ആദ്യം വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കുനുകുന അരിഞ്ഞതോ അല്ലെങ്കിൽ അതിൻ്റെ പേസ്റ്റ് ആയാലും മതി. പിന്നെ ഒരു വലിയ സവാളയും പൊടിയായി അരിഞ്ഞത്, ഒരു വലിയ ഉരുളക്കിഴങ്ങും, പിന്നെ അതിൻ്റെ പകുതി വലുപ്പത്തിലുള്ളൊരു ക്യാരറ്റും പൊടിയായി അരിഞ്ഞത്. ഇനി ഒരു പാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ഒഴിച്ച് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കറിവേപ്പില ആദ്യം പൊട്ടിക്കുക. എൻ്റെ അടുത്ത് കറിവേപ്പില അതുകൊണ്ട് ഞാൻ ചേർത്തില്ല. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർക്കുക, അല്ലെങ്കിൽ ഈ പൊടിയായി അരിഞ്ഞതായാലും മതി. ഇനി അതിലേക്ക് അതിൻ്റെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മൾ പൊടിയായി അരിഞ്ഞ സവാള ചേർക്കുക. അതും ഇട്ട് രണ്ട് മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം. അതും 2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ക്യാരറ്റ് ആഡ് ചെയ്യാം. ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടാൽ ഒരു മഞ്ഞ കളർ കിട്ടും ഉപ്മാവിന്. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കുക. ഒരു 1/4 കപ്പിലും കുറവ് മതി. നോൺ സ്റ്റിക്ക് പോലത്തെ പാത്രമാണെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല, അതിൽ തന്നെ കിടന്ന് വെന്തോളും. ഇതായതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് അത് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നാടൻ അവിലാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ. നാടൻ അവിൽ ഒന്ന് ജസ്റ്റ് വെള്ളത്തിൽ കഴുകി അപ്പം തന്നെ പിഴിഞ്ഞെടുത്തിട്ട് അതിലിടാം. ഈ മെഷീൻ അവിലൊക്കെ ആകുമ്പം അങ്ങനെ ചേർക്കുമ്പം ഇത് കുഴഞ്ഞു പോയി കളയും. പിന്നെ മെഷീൻ അവിലാകുമ്പോൾ നമുക്ക് നേരിട്ട് തന്നെ ചേർക്കാം, ഇങ്ങനെ കഴുകാൻ നിൽക്കണ്ട. പിന്നെ ഇത് കഴുകി ഇടുന്നതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ കഴുകാതെ ഇടും, ഒരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ നാടൻ അവിലാകുമ്പോൾ. പിന്നെ നല്ലപോലെ ഇളക്കി അതെല്ലാം ചേർന്ന് കഴിഞ്ഞാൽ നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റാണ്. ഞാൻ ഈ റെസിപ്പി പഠിച്ചത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മേൻ്റെ അടുത്താണ്. ഒരു പ്രാവശ്യമെങ്കിൽ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്ക്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.